ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിൽ വരുന്നൊരു ചോദ്യമല്ലേ, എന്താ വരിക? ഒക്കെ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മൾ നന്മയൊന്നും ചെയ്യണ്ടല്ലോ, ഇപ്പൊ നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മൾ നരകത്തിൽക്കാണെങ്കിൽ നരകത്തിലേക്ക് തന്നെ പോവുള്ളൂ, പിന്നെ ഇപ്പൊ എന്തിനാ അപ്പൊ ഒന്നും ചെയ്യണ്ട എന്നല്ലേ തോന്നുക സാധാരണ. സഹാബത്ത് ഉടനെ ചോദിക്കുകയാണ്, ഫഖാലു, അല്ലാഹുവിന്റെ റസൂലിനോട്, ഫഖാലു, അപ്പോൾ അവർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫലാ നത്തകിലു അലാ കിതാബിനാ, അഫലാ നത്തകിലു, ഞങ്ങൾ തവക്കുലാക്കട്ടെയോ, ഇത്തകലാ യത്തകിലു, തവക്കുലാക്കി, അഫലാ നത്തകിലു, ഞങ്ങൾ തവക്കുലാക്കട്ടെയോ, അലാ കിതാബിന, ഞങ്ങളുടെ കിതാബിന്റെ മേൽ. അപ്പൊ ഞങ്ങൾ ഇനി നബിയെ, ഞങ്ങളുടെ ആ കിതാബിന്റെ മേൽ അങ്ങ് തവക്കുലാക്കിക്കോട്ടെ, ഇനി ഞങ്ങൾ പ്രവർത്തിക്കണ്ടല്ലോ എന്നാണ് ചോദിച്ചതിന്റെ ഉദ്ദേശം. അപ്പൊ ഇനി എന്താണോ റബ്ബ് വിധിച്ചതെങ്കിൽ അതല്ലേ വരൂ. അതുകൊണ്ട് ഇനി അമലൊന്നും ചെയ്യണ്ട, ഇനി ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, ഇനി ഒരു നന്മയും ചെയ്യണ്ട, എന്തായാലും അങ്ങനെയല്ലേ സംഭവിക്കൂ. അപ്പൊ പിന്നെ ഇനി എന്തിനാ നമ്മൾ കഷ്ടപ്പെടുന്നത്? അപ്പോൾ അതിൽ നമ്മളങ്ങ് ഉറച്ചു വിശ്വസിച്ച് അങ്ങനെയല്ലേ വരൂ, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നങ്ങ് തീരുമാനിച്ച് ഇരുന്നുകൂടെ എന്നാണ് സഹാബത്ത് ചോദിക്കുന്നത്. അപ്പോൾ അള്ളാന്റെ റസൂല് ഫഖാല, അവിടുന്ന് മറുപടി കൊടുക്കുന്നു, യഅ്മലൂ, പറ്റില്ല, നിങ്ങൾ അമല് ചെയ്യുക തന്നെ വേണം, നിങ്ങൾ അമല് ചെയ്യൂ, പ്രവർത്തിക്കൂ. എന്തേ കാരണം? ഫകുല്ലുൻ, എല്ലാവരും തന്നെ, മുയസ്സറുൻ, എളുപ്പമാക്കപ്പെടുന്നവരാണ്, എല്ലാവർക്കും എളുപ്പം നൽകപ്പെടും, ലിമാ ഖുലിഖ ലഹു, എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അതിലേക്ക് അവന് എളുപ്പമാക്കും. അത് നമുക്കറിയൂലല്ലോ, നമ്മുടെ കാര്യത്തിൽ തീരുമാനമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയം ആയിരിക്കും വേണ്ട. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് കാലം എന്നൊന്നില്ലല്ലോ, നമ്മക്കല്ലേ കാലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ, അറിവില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴാണ് കഴിഞ്ഞ കാലം, വർത്തമാനകാലം, അതുപോലെ തന്നെ ഭാവി കാലം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ 3 കാലം, ത്രികാലങ്ങൾ നമ്മൾ പറയുന്നത്. അത് നമ്മൾക്കാണ്, സൃഷ്ടികൾക്കാണ്. സൃഷ്ടാവായ റബ്ബിനെന്ത് ത്രികാലം? അവനെല്ലാം ഒരുപോലെ, അവൻ ആലിമുൽ ഗൈബി വശഹാദ, ഉള്ളതും മറഞ്ഞതും ദൃശ്യമായതും അദൃശ്യമായതും ഒക്കെ അവൻ ഒരുപോലെയാണ്. അവനെല്ലാം അറിയാം, ഓരോരുത്തരും എന്താവാന്നൊക്കെ അവനറിയാം. പക്ഷെ അത് നമുക്കറിയില്ല. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്ന, നമുക്കറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ എന്തിനാ പ്രവർത്തിക്കണത്? എന്നാ പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ആളുകൾ ഈ ഒരു വസ്വാസം കൊണ്ട് നടക്കാറുള്ളത്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ഈ ഒരു കാര്യം മാത്രമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ളത്? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം മാത്രമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്, മറിച്ച് നമ്മുടെ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ റിസ്ക്, ഓരോ മനുഷ്യനും എത്രയൊക്കെ റിസ്ക് കിട്ടുന്നു അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ട്, പണ്ടെന്നെ കണക്കാക്കിയത്. അതിലപ്പുറം ഒരു നയാ പൈസ കിട്ടൂല. ഒരു മണി ചോറ്, ഒരു തരി വറ്റ്, ഒരു തരി ഫുഡ് ഒരാൾ കഴിക്കൂല. അല്ലാഹ് കണക്കാക്കിയ ഫുഡ് തന്നെ കിട്ടുള്ളൂ. അല്ലാഹ് കണക്കാക്കിയതിൽ അപ്പുറം ഒരു ഫിൽസ് ഒരാൾക്ക് സമ്പാദിച്ചുണ്ടാക്കാൻ കഴിയൂല. അപ്പൊ റിസ്ക് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആയുസ് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. എത്ര ശ്വാസം മുകളിലേക്ക് വലിക്കും, എത്ര ശ്വാസം താഴേക്ക് വിടും, റഹ്മാനായ റബ്ബിനറിയാം. കൃത്യകണക്ക് അവന്റെ അടുത്തുണ്ട്. അതിലപ്പുറം ഒരാൾക്ക് മേലോട്ട് വലിച്ച ശ്വാസം താഴോട്ട് വരൂല, അല്ലെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞ് മേലോട്ട് വലിക്കാൻ കഴിയില്ല. വളരെ കൃത്യമാണ് ആയുസ്. അതുപോലെ തന്നെ അമല്, നമ്മുടെ ഓരോ ജോലി പ്രവൃത്തി എല്ലാം അതൊക്കെയും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ശഖിയാണോ സഈദാണോ, ഈ മനുഷ്യൻ നല്ലവനാണോ ചീത്തയാണോ, സ്വർഗക്കാരനാകുമോ നരകക്കാരനാകുമോ എന്നൊക്കെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്കറിയില്ലല്ലോ. എല്ലാം അറിയാവുന്ന റബ്ബിനറിയാ, പക്ഷേ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? റിസ്ക് കണക്കാക്കിയിട്ടുണ്ട് എന്നതാണ് വിഷയമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്നു, തൊഴിൽ ചെയ്യുന്നു, ഓവർ ടൈം കിട്ടിയാൽ എത്രയും നമ്മൾ ഓവർ ടൈമും ചെയ്യുന്നു.
കിടന്ന് അധ്വാനിക്കുകയാണ്, കച്ചവടക്കാർ മാർക്കറ്റിലേക്ക് പോവുകയാണ്, കൃഷിക്കാർ വയലുകളിലേക്ക് നീങ്ങുകയാണ്, അധ്യാപകന്മാര് കലാലയങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഓരോരുത്തരും അവരവർക്ക് എന്താണോ തൊഴിലുള്ളതെങ്കിൽ ആ തൊഴിൽ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു. എന്തേ ഈ കാരണം പറഞ്ഞുകൊണ്ട് ഒരാളും തൊഴിലില്ലാതെ തൊഴിലിന് പോകാതെ വീട്ടിലിരിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്കറിയില്ല എന്താ കണക്കാക്കിയത് എന്ന്. നമ്മളോട് എന്താ കൽപ്പിച്ചത്? അധ്വാനിക്കാൻ. അധ്വാനിക്ക് കിട്ടും, അള്ളാഹ് കണക്കാക്കിയത് കിട്ടുള്ളൂ, പക്ഷെ അധ്വാനിക്കണം. ആയുസ്സും അങ്ങനെ തന്നെയാണ്. അള്ളാഹ് കണക്കാക്കിയ സമയത്ത് എന്തായാലും മരിക്കും. ഇനി ആ ചികിത്സക്കൊന്നും വേണ്ട, രോഗം പിടിച്ച ഒരു ഭാഗത്ത് അവിടെ കിടക്കുക, ചികിത്സ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ആരോ ഇരിക്കാറുണ്ടോ? ഇല്ല, ചികിത്സിക്കും, ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ ചികിത്സിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹ് കണക്കാക്കിയതുപോലെ വരുള്ളൂ. എന്തിനാ മരുന്ന് കഴിക്കുന്നത്, എന്തിനാ ഓപ്പറേഷൻ നടത്തുന്നത്, എന്തിനാ ഇഞ്ചക്ഷൻ അതൊന്നും ഒരാളും ചോദിക്കാറില്ല. എല്ലാവരും കഴിവിന്റെ പരമാവധി ചെയ്യും. അതാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് എന്താണോ നമ്മുടെ പേരിൽ തീരുമാനിക്കപ്പെട്ടുള്ളത് അതിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിച്ചേരുക. പക്ഷെ അത് എന്താണെന്ന് നമുക്കറിയൂല. അതുകൊണ്ട് ദീനിന്റെ കാര്യം മാത്രം വരുമ്പോ ചില ആളുകള് അവരെ വിചാരം അവർ വലിയ യുക്തിവാദികളാണ്, വലിയ ബുദ്ധിമാന്മാരാണ്, ചില ബുദ്ധിജീവികളാണെന്നൊക്കെ അവരുടെ ധാരണ. എന്നിട്ട് ഇക്കാര്യം മാത്രം എടുത്തിട്ട് ചോദിക്കും, സ്വർഗത്തിൽക്കാ നരകത്തിൽക്കാന്നൊക്കെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി എന്തിനാ നിസ്കരിക്കാൻ പോണെന്ന്. ആ ചോദ്യം അപ്രസക്തമാണ്. കാരണം കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ അത് സാധുക്കളായി നമുക്കറിയൂല. നമ്മളോട് ഈ വിഷയങ്ങളിലൊക്കെ എന്താ പറഞ്ഞത്? ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്ക്, നിങ്ങൾ പ്രവർത്തിച്ചോ. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഓരോരുത്തർക്കും എന്താണോ അള്ളാഹു കണക്കാക്കിയത്, അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിലേക്ക് അവന് എളുപ്പം നൽകപ്പെടും. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. നമുക്കൊക്കെ മനപ്പാടമുള്ള വല്ലയിലി കൊണ്ട് തുടങ്ങുന്ന അധ്യായത്തിൽ അള്ളാഹു പറയാണ്, ആര് ധർമ്മം നൽകുകയും അതുപോലെ തന്നെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും നല്ല നല്ല റബ്ബിന്റെ തീരുമാനങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഏത് നല്ല കാര്യങ്ങളെയും സ്വർഗത്തെയും ഒക്കെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ എങ്കിൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അവന് എളുപ്പമുള്ള കാര്യത്തിലേക്ക് അല്ലാഹ് കൂടുതൽ എളുപ്പം നൽകും. അതേ അവസരത്തിൽ റബ്ബിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിയിട്ട് പിശുക്കനായി ജീവിച്ചോ, അതുപോലെ തന്നെ ഞാൻ തന്നെ എന്തിനും പോന്നവനാണ്, എനിക്കാരെയും അംഗീകരിക്കേണ്ടതോ അനുസരിക്കേണ്ടതോ ആയ കാര്യമില്ല എന്ന ധിക്കാരിയായിക്കൊണ്ട് ആര് ജീവിച്ചുവോ, അങ്ങനെ കളവാക്കിക്കൊണ്ട് പിന്തിരിഞ്ഞു പോയ മനുഷ്യന്മാരുണ്ടല്ലോ, അവന് ഞെരുക്കമുള്ളതിലേക്കാണ് എളുപ്പം നൽകുക. അഥവാ നരകത്തിലേക്ക് അവന്റെ വഴി അങ്ങനെ ആയിരിക്കും പോവുക. പക്ഷെ നമുക്കറിയൂല. നമ്മൾ നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും ആത്മാർത്ഥമായും നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്.